ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ കുറെ പരിപാടി കഴിഞ്ഞായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഒരു വ്ലോഗ് എടുത്താലോ എന്നൊരു ആലോചന എനിക്ക് വന്നത്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ്. അപ്പോൾ ഞാൻ ഇന്ന് കോളേജിൽ പോകുന്നില്ല, കാരണം നമുക്ക് റെക്കോർഡ് എഴുതാനും പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടുണ്ട്. മെയിനായിട്ട് ഞാൻ റെക്കോർഡ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ലീവ് എടുത്തത്. അപ്പോൾ നാളെ മറ്റൊന്ന് വയ്ക്കേണ്ട റെക്കോർഡാണ് ഞാൻ ഇന്ന് ഇരുന്ന് എഴുതാൻ കംപ്ലീറ്റ് ആക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ബോട്ടണിയിലെ ലാബ് എക്സാം കാര്യങ്ങളൊക്കെ വരെയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് പേപ്പർ ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ബൈൻഡ് ചെയ്യാനായിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇപ്പം സെറ്റ് ചെയ്ത് ഇന്ന് എനിക്ക് തീക്കണം. ഒരു 17 പടം ഉണ്ട് വരയ്ക്കാനായിട്ട്. നല്ല കിടിലം വലിയ പടമാണ്. അപ്പോൾ ഇന്ന് തന്നെ എനിക്ക് ആ 17 പടം എല്ലാം വരച്ച് കംപ്ലീറ്റ് ആക്കി സെറ്റ് ചെയ്ത് മറ്റൊന്ന് കൊണ്ടു കൊടുക്കണം. അതാണ് ഇന്നത്തെ എൻ്റെ ഒരു പ്ലാൻ. പിന്നെ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഇന്ന് അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ഞാൻ തലേന്നാണ് എല്ലാ ദിവസവും വീഡിയോ എഡിറ്റ് ചെയ്യണത്. അപ്പോൾ അതൊന്നും എടുത്തില്ല, അതും എനിക്ക് എഡിറ്റ് ചെയ്യണം. അപ്പോൾ അതായിരിക്കും ഇന്നത്തെ വ്ലോഗ്. സോ സബ്സ്ക്രൈബ് ചെയ്തായിരിക്കും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. രാവിലെ തന്നെ പിള്ളേരൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. സ്കൂൾ ബസ്സൊക്കെ വന്നിട്ടുണ്ട്. വൈകിട്ടപ്പോൾ നമ്മളിതാ വീട്ടിൻ്റെ അകത്ത് കയറി. ഇനി മുറിയിൽ കയറിയിട്ടാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത്. ക്ലോസ് ചെയ്യുക, പഠിക്കാനായിട്ടിരിക്കുക. പഠിക്കാനല്ല, റെക്കോർഡ് എഴുതാനായിട്ടിരിക്കുക. അപ്പൊ നമുക്ക് അവിടെ ബുക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ സിറ്റാണ്. പിന്നെ നമ്മുടെ ഇവിടെ ഫുൾ അലങ്കോലായിട്ടൊക്കെ കിടക്കുകയാണ്. പിന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇതൊക്കെ എന്റെ അച്ഛനാണ് കേട്ടോ. ഇവിടെ മറ്റേ നോക്കി കറക്കി വരയ്ക്കാൻ വേണ്ടി കോമ്പോസ് ഒന്നുമില്ല, അതുകൊണ്ട് ഇതില് വെച്ചിട്ട് നേരെ കറക്കി പെൻസിലിട്ട് വരയ്ക്കും. അതാണ് പേപ്പർ ഇവിടെ ഒക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വരച്ച് വെച്ചിട്ടുണ്ട്. കണ്ടാ, ഇതിന്റെ അകത്ത് വരച്ച് കുറെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി പേപ്പർ കാര്യങ്ങളെല്ലാം ആ മുകളിൽ ഇരിപ്പുണ്ട്. ഓരോ സൈസ് അനുസരിച്ചുള്ള പേപ്പർ ഫുള്ള് മുകളിലുണ്ട് കേട്ടോ. നമുക്ക് സോളജി എഴുതാനുണ്ട്, ബോട്ടണി എഴുതാനുണ്ട്, പിന്നെ കെമിസ്ട്രിയിലെ റെക്കോർഡ് ബുക്ക് അതിന്റെ അകത്തുണ്ട്. പിന്നെ പേപ്പർ സൈസ് പേപ്പർ, അങ്ങനെ പേപ്പർ ഐറ്റംസ് എല്ലാം ഞാൻ മുകളിലാണ് വയ്ക്കുന്നത്. പിന്നെ ഇതെല്ലാം ഞാൻ ഒപ്പിട്ട് വാങ്ങിച്ച റെക്കോർഡാണ്. അതും ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വരയ്ക്കാൻ പോവാം. പിന്നെ ഇത് നമ്മുടെ സോളജി റെക്കോർഡാണ്. അത് വരച്ച് വെച്ചിട്ടുണ്ട്, വരച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എഴുതിയ നമ്മുടെ ക്ലാസ്സിലാണ്. അപ്പൊ വീട്ടിൽ കൊണ്ടുപോയി സംഭവം സെറ്റ് ചെയ്ത് കൊണ്ട് വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം എഴുതിയതെല്ലാം ഞാൻ തന്നെ. പിന്നെ ഇനി നമുക്കത് വരയ്ക്കാനായിട്ടിരിക്കാം. അപ്പോൾ ഇത്ര നേരം എഴുതിയിട്ടല്ല, വരച്ചിട്ട് ഒരു 3 പട മാത്രമായിട്ടുള്ളൂ. ഇപ്പം തന്നെ സമയം 9:30 കഴിഞ്ഞ് കണ്ടില്ല. ഇതേപോലത്തെ 3 ഏകദേശം ഇതേപോലത്തെ 3 വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും കിടങ്ങ് പറയണം. അപ്പോൾ ഇത് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ റെസ്റ്റ് എടുത്തിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മളിതാ കുറച്ച് നേരം റെസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം അടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് വന്നേക്കാണ്. ഞാൻ കുറച്ച് കോപ്പി ഇതൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിൽ നമ്മുടെ പെറ്റ്സിൻ്റെ സെയിൽ പോസ്റ്റ് ഇടുന്ന ചാനലിൽ കുറച്ച് വീഡിയോസ് പെൻഡിങ് ഉണ്ട്. ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നാണ് അപ്ലോഡ് ചെയ്യണത്. തലേന്ന് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നലെ എനിക്ക് റെക്കോർഡ് എടുത്തും കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇനി കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട്. അപ്പോൾ നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ എല്ലാവരും എഴുതിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സെയിൽ പോസ്റ്റ് വീഡിയോ നമ്മൾ ഫ്രീ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ പെറ്റ്സ് ചാനലിൽ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതോടൊപ്പം ഇൻട്രോ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ മൊബൈലിലാണ് എല്ലാം എഡിറ്റ് ചെയ്യണത്. അപ്പോൾ കുറച്ച് നേരം എടുക്കും, ഒരു മണിക്കൂർ എടുക്കും. ഇപ്പം തന്നെ 9:40 ആവാനായിട്ട് പോവുകയാണ്. കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ടിരുന്നത്. ഇത് അപ്ലോഡ് ചെയ്തതിന് ശേഷം, ഷെഡ്യൂൾ ചെയ്തതിന് ശേഷം എനിക്കിനി അടുത്ത് റെക്കോർഡ് എഴുതണം. അതാണ് ഇന്ന് മെയിനായിട്ട്. വീഡിയോ എഡിറ്റിങ്ങും റെക്കോർഡ് എഴുത്തും മാത്രമേ നടക്കുകയുള്ളൂ, വേറെ പരിപാടിയൊന്നും നടക്കില്ല. എന്തായാലും നോക്കാം. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനെയും കൂടെ ഒന്ന് പറ്റുകയാണെങ്കിൽ വിളിച്ച് നോക്കാം റെക്കോർഡ് ഏതുവരെയൊക്കെ എത്തിയെന്ന്. ഇന്നലെ 2-3 പേര് ഫോണിലൊന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അപ്പോൾ എഡിറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞത് അവിടെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ മൈക്കിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വ്ളോഗ് നിങ്ങൾ
ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് വ്ളോഗ് അതായിരുന്നു, അൺബോക്സിങ് വ്ളോഗ്. അപ്പോൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി നമുക്ക് ഈ മൈക്കിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ ഈ ചാനലിലുള്ള വീഡിയോ, പെറ്റ്സ് ചാനലിലുള്ള വീഡിയോ ഫുള്ള് റെക്കോർഡ് ചെയ്യണത് ഈ മൈക്കിലാണ്. അതോടൊപ്പം നമ്മൾ വ്ളോഗ് ചാനൽ അപ്ലോഡ് ചെയ്യാനായിട്ട് എടുത്ത മൈക്കാണ്. പക്ഷേ ഞാൻ ഇന്ന് ബനിയ ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കിത് പിൻ ചെയ്ത് വയ്ക്കാൻ പറ്റണില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതാ ഇവിടെ ക്ലിപ്പ് ചെയ്ത് വയ്ക്കണമെങ്കിൽ നമുക്കിവിടെ ഒരു സംഭവം വേണം. അതവിടെ ആയിട്ട് മറ്റേ ബട്ടൺസിൻ്റെ അവിടെ ആയിട്ട് നമുക്ക് ക്ലിപ്പ് ചെയ്ത് വയ്ക്കാം. പക്ഷേ ഇവിടെ ക്ലിപ്പ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഈ മൈക്ക് ഒരു ബാസ് സൗണ്ട് കേൾക്കും. നിങ്ങൾ ഫസ്റ്റ് ഇൻട്രോയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇപ്പം ഇത് യൂസ് ചെയ്യുന്നില്ല. അല്ലാതെ ഫോണിൻ്റെ അല്ലാതെ നോർമൽ മൈക്ക് വെച്ച് തന്നെ ഷൂട്ട് ചെയ്യും. അപ്പോൾ ഇനി എന്ത് പരിപാടിയാണെന്ന് നോക്കട്ടെ. ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷമായിരിക്കും ഇനി അടുത്ത് ഫുള്ള് തലപോഞ്ഞ് ഫുള്ളിരിക്കുകയാണ്. അപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തു, റെക്കോർഡ് എഴുതി. ഇനി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് കറങ്ങി കൊണ്ട് നടക്കാം. എന്തായിരുന്നാലും കണ്ടന്റ് ഇല്ലാത്ത വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ആരുമില്ല, ഞാൻ മാത്രം തന്നെ വീട്ടിലുള്ളത്. ഞാൻ മാത്രമല്ല, അല്ല പപ്പയും അമ്മയുണ്ട്. അവരാവശ്യം അവിടെ ഒരു സൈഡിൽ കൂടെ നടക്കുമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ കറങ്ങി വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പയ്യന്മാരെ വിളിച്ചു നോക്കാം റെക്കോർഡ് എഴുതിയില്ലേന്ന്. അപ്പോൾ ഇനി ഞാൻ കുറച്ചുകൂടെ വൃത്തിയാക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് കാണാം. ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പുള്ള വ്ളോഗിൽ, നമ്മുടെ ഷോർട്സ് വ്ളോഗിൽ നിങ്ങൾ വേഴാമ്പലിനെ കണ്ടിട്ടുണ്ടോ? അതൊന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ ഇവിടെ അതിൻ്റെ സൗണ്ട് ഞാൻ കേൾക്കണുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കയറി വന്നത്. നോക്കിയിട്ടാണല്ലേ കാക്കയൊക്കെ നിൽക്കുകയാണ്. നോക്കട്ടെ, ഞാൻ കാണിച്ചു തരാം. പറ്റിയാണെങ്കിൽ കാണിച്ചു തരാമേ. ഇതിനു മുമ്പ് നമ്മളൊരു ഷോർട്സ് വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതുപോലെ വേഴാമ്പൽ വന്നതിൻ്റെ ഒരു വീഡിയോ. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊന്ന് പറയണേ. ഇപ്പം കേൾക്കുന്ന സൗണ്ടല്ല, അല്ലാതെ ഞാൻ നേരത്തെ ഒന്ന് കേട്ടായിരുന്നു. അതാ പോയാന്ന് അറിഞ്ഞുകൂടാ. കണ്ടില്ല, ഇവിടെ നമുക്ക് പിസ്തയില ഒരു മരമുണ്ട്. കണ്ടില്ല, ഈ കാ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഈ സാധനം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇപ്പം കുറവാണ്, അതുകൊണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഒന്ന് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒന്നും കാണാനില്ല. കാണുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാവേ. ആ കാക്കയൊക്കെ അതാ പറഞ്ഞൊക്കെ പോകണം. പിന്നെ കണ്ടില്ലേ, ക്രിസ്മസിന് വയ്ക്കേണ്ട പുൽക്കൂടാണ്. ഞാൻ പെയിൻ്റ് അടിച്ചപ്പോൾ എല്ലായിടത്തും വെളിയിലിട്ടതാണ്, എല്ലാം പോയി. ഇനി ഒന്നേന്ന് ചെയ്യണമല്ലോ. പണിപാളി. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഞാൻ ഇപ്പം അങ്ങനെ ടെറസിൻ്റെ മണ്ടയിൽ വരക്കം കുറവാണ്, അതുകൊണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാനായിട്ട് പറ്റിയില്ല. ഗൈസ്, അപ്പോൾ നമ്മൾ റെക്കോർഡ് ഇനി ഒരു 3 കൂടെ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര നേരം കുറച്ച് നേരം ഇരുന്ന് ഫുള്ള് പാതി ചെയ്തിട്ടുണ്ട്. ഇനി 3-4 മാത്രമേ എനിക്കിനി ചെയ്യാനായിട്ടുള്ളൂ. ബാക്കി ഇനി വേറെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നറിയത്തില്ല. അതും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അത് ഫുള്ള് സെറ്റാണ്. പിന്നെ ഇത് നേരത്തെ ഫുള്ള് സൈൻ ചെയ്ത റെക്കോർഡാണ് കേട്ടോ. അപ്പോൾ അതിലും എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് അതിലും നോക്കണം. അതാണ് അടുത്ത പരിപാടി. അപ്പോൾ ചോറ് കഴിച്ചിട്ട് അടുത്ത് നോക്കാം. ഗൈസ്, ഇപ്പോൾ ഒരു ലോങ് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ചോറ് കഴിച്ചിട്ട് അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ ഇനി കുറച്ച് ചുമ്മാ നിൽക്കണം. അതാണ് അടുത്ത പ്ലാൻ. ഇപ്പം 1:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് അങ്ങനെ റോഡിൽ ഉള്ള ആരെങ്കിലും പോകണമെങ്കിൽ വായി നോക്കിക്കൊണ്ടൊക്കെ നിൽക്കാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ആരും ഇല്ലാത്തതുകൊണ്ട് ഒരു മൂകത. കോളേജിൽ പോയി മതിയായിരുന്നു. അപ്പോൾ എന്തായാലും നോക്കട്ടെ കുറച്ചും കൂടെ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടൻറ്റ് കാണാൻ ചാൻസ് കുറവാണ്. കാരണം ഞാൻ ഇന്ന് മെയിനായിട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയിലുള്ളത് റെക്കോർഡ് എടുത്തും വീഡിയോ എഡിറ്റിങ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി അടുത്ത റെക്കോർഡ് എഴുതാനും വീഡിയോ എഡിറ്റ് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എങ്ങനെ മൈൻഡ് അപ്പ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. നോക്കട്ടെ, ഇത് എങ്ങനെയെങ്കിലും എഡിറ്റ് ചെയ്ത് തരണം. ഇനി മാക്സിമം നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കിയാണ്. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, നമുക്ക് 1200 വാച്ച് അവറും കൂടെ ആയാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്താലേ നടക്കുകയുള്ളൂ. ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല. റീച്ച് ഒരുവിധേ ഉള്ളൂ, എന്തായാലും റീച്ചില്ല എന്ന് തന്നെ പറയാം. എനക്കായാലും റീച്ചുണ്ട് ഇൻസ്റ്റയിൽ. പക്ഷേ ഇൻസ്റ്റയിൽ വ്യൂസ് ഉണ്ട്, ഇതില്ല, ഫോളോവേഴ്സ് കയറുന്നില്ല. അപ്പോൾ നമുക്ക് യൂട്യൂബിലാണെങ്കിൽ കുറച്ച് വ്യൂസ് ആയിട്ട് 500 വ്യൂസ് ആയിരുന്നാലും നമുക്ക് ഇത് കയറുന്നുണ്ട്. സബ്സ്ക്രൈബേഴ്സ് 1-2 എങ്കിലും വെച്ച് കയറുന്നുണ്ട്. അതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. അപ്പം ഫ്രണ്ടിലൊന്ന് നിൽക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇന്ന് നടക്കുകയാണെങ്കിൽ ഇതിൽ ക്യാപ്ചർ ചെയ്ത് വയ്ക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ 2ാമത്തെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. പകുതി ഞാൻ എഡിറ്റ് ചെയ്തു, എല്ലാം ഞാൻ ഇൻഷോട്ടിലാണ് എഡിറ്റ് ചെയ്യണം. അപ്പോൾ പകുതി എഡിറ്റായി. 7 മിനിറ്റ് വരെ എഡിറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി കുറച്ചും കൂടെ ഔട്ട്രോയും പിന്നെ കുറച്ച് വർക്കും കൂടെ ഉണ്ട്. അതും കൂടെ ആകുമ്പോൾ ഇതിനെ കൺവെർട്ട് ചെയ്യാനായിട്ട് ഇടണം. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് അടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് പെറ്റ് ചാനലിൽ ഇടാനായിട്ടുള്ള വീഡിയോ ആണ് 2. അപ്പോൾ നോക്കട്ടെ, ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. ഗൈസ്, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ അതവിടെ കൺവെർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. 0% ആയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റിൻ്റെ അകത്ത് വെച്ചിട്ട് തന്നെ ഇത് ഫുള്ള് കൺവെർട്ടായി സെറ്റായിട്ട് വരും. അപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ ഇരിക്കട്ടെ. യൂട്യൂബ് ലൈഫ് എന്ന് പറയുന്നത് ഒരു മൊണ്ടി കേസാണ് സത്യം പറഞ്ഞാൽ. നമ്മൾ ഓരോ ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ അതിന് കണ്ടന്റ് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ എൻ്റെത് അങ്ങനെ അത്ര പരിപാടി ഇല്ലെങ്കിലും തല പോയിന്ന കേസാണ്. അപ്പോൾ ഒരു ചാനലിലോ 1-2 ചാനലിലോ ഹാൻഡിൽ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഇത് ഹാൻഡിൽ ചെയ്യുന്ന 6 ചാനലാണ്. 6 ചാനലും വീഡിയോ ഇടണം. അതിൽ തന്നെ ഡെയിലി ഇടേണ്ട ചാനൽ 3-4 ഉണ്ട്. 3-4 ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ റീച്ച് എല്ലാം താഴെ പോകും. അപ്പോൾ നമ്മുടെ വ്ളോഗ് ചാനലിൽ കുഴപ്പമില്ല, നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗെങ്കിലും എങ്ങനെയെങ്കിലും വീഡിയോ ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ മറ്റു ചാനൽ അങ്ങനെയൊന്നുമല്ല. ഞാൻ ഒരു ചാനലിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട് തന്നെ മാസങ്ങളായി. അപ്പോൾ അതിനെയും കൂടെ സെറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു. അത് പകുതി വാച്ച് അവർ ആയിട്ട് തന്നെ ഞാൻ കുറേ ദിവസം വീഡിയോ ഇടാതപ്പോൾ എല്ലാം മൈനസായി, ഫുള്ള് ഗ്രാഫെല്ലാം താഴോട്ട് പോയിക്കുകയാണ്. അപ്പോൾ ടൈമൊന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അടിപൊളിയായിട്ട് എടുക്കുമായിരുന്നു. പിന്നെ കണ്ടന്റ് റിസർച്ച് ചെയ്ത് ഫുള്ള് തല പോയി. അതുകൊണ്ടാണ് ഞാൻ മറ്റേ ആ ചാനലിൽ വിട്ടത്. അതിൽ വിട്ടില്ല, അതിന് തുടർന്ന് വീഡിയോ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വരണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് ഗാഡ്ജറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ റിംഗ് ലൈറ്റും മൈക്കും എല്ലാം വാങ്ങിയത് എൻ്റെ ഒരു ടോപ്പിക്കുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരു ഇതുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും എങ്ങനെയായിരുന്നാലും നോക്കണം. അപ്പോൾ അതിന് നമ്മുടെ അന്തരീക്ഷം സെറ്റാവണം. അപ്പോൾ അതെനിക്ക് സെറ്റാവണില്ല. എന്തായാലും നോക്കാം. അങ്ങനെ വീട്ടിൽ തന്നെ ചുമ്മാ കിടന്ന് കറങ്ങിക്കൊണ്ട് നടന്നപ്പം തന്നെ അഭിചേട്ടൻ വിളിച്ചായിരുന്നതാ, ഫ്രീ ആണെങ്കിൽ പള്ളിയിലോട്ട് കയറും, അവിടെ കുറച്ച് പരിപാടി ഉണ്ടോ. അപ്പോൾ നേരതാ അഭിചേട്ടനുമായിട്ട് ഞാൻ നേരെ പള്ളിയിലെത്തി. പള്ളിയിൽ മെയിനായിട്ട് ഇവിടെ വന്നത് ക്രിസ്മസ് ഒക്കെ വരില്ലേ, ക്രിസ്മസിന്റെ സ്റ്റാറും അതോടൊപ്പം അതിന്റെ സീരീസ് സെറ്റും ലൈറ്റും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സീരീസ് സെറ്റും സ്റ്റാറും എല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ സീരീസ് സെറ്റിൽ ഒരു ചാക്ക് വരെ കത്താത്തതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അങ്ങനെ ടെസ്റ്റ് ചെയ്തുണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെയും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ക്രിസ്മസ് ഒക്കെ വരെയാണ്, അതിന്റെ കിടിലം ബ്ലോഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ടെസ്റ്റ് ചെയ്തതിൽ കൂടുതലും കത്താത്ത സീരീസ് സെറ്റാണ് കൂടുതലും ഉള്ളത്. പിന്നെ കഴിഞ്ഞ വട്ടം നമ്മൾ പുതിയ സീരീസ് സെറ്റും എടുത്തിട്ടുണ്ടായിരുന്നു, അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, പിക്സലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ വട്ടം ചെയ്ത വലിയൊരു സ്റ്റാർ ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ കയറാണ് വലിഞ്ഞിട്ടുണ്ടായിരുന്നത്, അതൊന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നേരം ഇരുട്ടാറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കോഡ് എഴുതണം, എഡിറ്റ് ചെയ്യണം. അപ്പോൾ അത് ഞാൻ വീഡിയോ കാണിക്കുന്നില്ല, ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ കുറച്ച് പണിയായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് തിരക്കൊക്കെ ആയിരിക്കും. എന്തായാലും ഞാൻ വ്ളോഗ് ഇടാനായിട്ട് മാക്സിമം ശ്രമിക്കും. അപ്പോൾ നമുക്കിനി ഉള്ള പരിപാടി എന്ന് പറയുന്നത് റെക്കോർഡ് എഴുതുക. ഇപ്പം സമയം നോക്കട്ടെ 6 മണിയാവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ വെച്ച് ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും ഒന്നും കൂടെ പറയുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് കണ്ടന്റ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്തായാലും ഞാൻ ഒറ്റയ്ക്കുള്ള വ്ളോഗാണ് ഇത്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കിടിലം ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ഇത് മാത്രം, ഇങ്ങനത്തെ വീഡിയോ അല്ല, അല്ലാതെ എല്ലാവരും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കിടിലം വ്ളോഗൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്തൊരു കിടിലം വീഡിയോ ഉണ്ടായിരിക്കും. ഗുഡ് ബൈ, ഇറ്റ്സ് മീ ജിഷാൻ സൈനിങ് ഔട്ട്.